നമസ്കാരം. നമ്മുടെ ഡോക്ടർ തുടങ്ങുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കാർഡിയോളജിസ്റ്റ് ആണ്, ഡോക്ടർ ശീതൾ രാജൻ നായർ. സ്വാഗതം. നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചാണ്. ഹാർട്ട് അറ്റാക്ക് എപ്പോഴും കേൾക്കുന്നൊരു പദമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ് വലിയ തോതിൽ ഉണ്ടാവുന്നു, ആളുകൾക്ക് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. എന്താണ് അതിൻ്റെ കാരണങ്ങൾ, എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡിസീസ് ഇതാണ്. പല രീതിയിലും അത് പ്രസൻറ്റ് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏത് വയസ്സിനെയും ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 ഇയേഴ്സ് അല്ലെങ്കിൽ 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞാൽ മാത്രം വന്നുകൊണ്ടിരുന്ന അസുഖം ഇപ്പോൾ അധികവും ഒരു കുറച്ചും കൂടി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കണ്ടുവരുന്നുണ്ട്. 40 to 60 പല ഫാക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന മെയിൻലി അസുഖങ്ങളായ ചില പ്രത്യേക അസുഖങ്ങൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെയാണ് യൂഷ്വലി ഇങ്ങനെ ചെറിയൊരു പ്രായത്തിൽ കണ്ടുവരുന്നത്. അതിനോടൊപ്പം ഇന്നത്തെ കാലത്ത് സ്ട്രെസ് ലെവൽ യങ്ങർ ഏജിൽ സ്ട്രെസ് ലെവൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സ്ട്രെസ് ഇതിന് വളരെയേറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വ്യായാമക്കുറവ്. പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു, പാടത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ അവർ ഭക്ഷണം കഴിക്കും. പക്ഷേ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമം വളരെ കുറവാണ്, ഭക്ഷണം നന്നായി കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു അതും തമ്മിലൊരു ഇംബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിനെ വളരെയേറെ കാരണമാക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരുന്നു എന്ന് ഡോക്ടർ തന്നെ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ അവർക്ക് വരുന്നത് ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ആയിട്ട് വരുന്നതാണോ, അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ വരുന്നുണ്ടോ? ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 20 ഇയേഴ്സ് 30 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞാലാണ് ഇത് വരുന്നത്. അതിന് മുമ്പ് വരുന്ന ഹൃദയം ബ്ലോക്കേജ് ആയിട്ട് അങ്ങനെ വരുന്നത് വളരെ കുറവാണ്. അങ്ങനെ വരാണെങ്കിൽ തന്നെ ഹാർട്ട് രക്തക്കുഴലിലുള്ള എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കൊണ്ടായിരിക്കും അങ്ങനെ വരിക, ബ്ലോക്കേജസ് വരിക. പക്ഷെ അങ്ങനെ ഒരു അക്യൂട്ട് ഒരു നോർമലി പ്രസൻറ്റേഷൻസ് കാർഡിയാക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു ബിലോ 20 അങ്ങനെ കാണാറില്ല. ബിലോ 20s ഈ കുട്ടികളിൽ ചില പ്രത്യേക അസുഖങ്ങളിൽ മാത്രം കൺജനിറ്റൽ ഡിസീസിൽ കാണാം എന്നല്ലാതെ ഈ അല്ലാതെ ബ്ലോക്കുകളായിട്ട് വരുന്നത് വളരെ കുറവാണ്. രക്തക്കുഴലിലുള്ള വ്യാസം, അതായത് അബ്നോർമാലിറ്റീസ്, അങ്ങനത്തെ ഒരു അനോമലീസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. ടോട്ടലൊരു ബ്ലോക്കായിട്ട് അങ്ങനെ വരുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഏതായാലും നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള കോളറാണ് പ്രേമൻ. ചോദിച്ചോളൂ, ഡോക്ടറുണ്ട് ഇവിടെ. ഹലോ. പറഞ്ഞോളൂ. ഇതേ ഞാന് പിന്നെ ഹൃദയാഘാതം എന്നുള്ള സബ്ജക്റ്റാണല്ലോ ചോദിക്കുന്നതേ. അതെ. ഇപ്പോ ഒരു കൈയിന്റെ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡ് കൈ ഷോൾഡർ ഒക്കെ ഷോൾഡറിൽ ഇങ്ങനെ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രേമൻ ടി വി നോക്കിയിട്ടാണോ സംസാരിക്കുന്നത്? ടിവിയുടെ വോള്യൂം മ്യൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഡോക്ടറോട് നേരിട്ട് ചോദിക്കുന്ന ഡോക്ടർക്കും മനസ്സിലാവുള്ളൂ, പ്രേമന് കേൾക്കാനും പറ്റുള്ളൂ. ഓക്കെ 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 പറഞ്ഞോളൂ, പ്രേമൻ ചോദിച്ചോളൂ. അതായത് ഈ കൈയിന്റെ ഈ ലെഫ്റ്റ് സൈഡില് കൈ പൊക്കാൻ വിഷമം, അതും ഈ പിന്നെ എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലം ആണോ? സാധാരണ കൈ പൊക്കാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വരൽ അങ്ങനെയല്ല ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടാവുക. നമ്മൾ ഹാർട്ട് അറ്റാക്കായിട്ട് വരുമ്പോൾ നമ്മൾ വേദന ശരിക്കും നെഞ്ചിൻ്റെ നടുഭാഗത്താണ് ഉണ്ടാവുക. അത് കൈകളിലേക്ക് ഇങ്ങനെ മാറിപ്പോവാറുണ്ട്. കൈ പൊക്കാൻ ഒരു തളർച്ച പോലെ അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാവില്ല. അങ്ങനെയല്ല ഉണ്ടാവുക. കൈ പൊക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കയ്യിലേക്കുള്ള ഞരമ്പുകളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് സാധാരണ വരിക. ചിലർക്ക് ഈ കഴുത്തിന് പ്രശ്നം ഉണ്ടാവാം, കഴുത്തെ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ വരിക. അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള തളർച്ചകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ പൊക്കാതെ അങ്ങനത്തെ ഒരു അവസ്ഥ വരാം. ഹാർട്ട് അറ്റാക്കിൽ കൈ പൊക്കാതെ കൈ ഒരു പിന്നെ 45 ഡിഗ്രി പൊക്കിയതിന് ശേഷം പിന്നീട് ഫുള്ള് അങ്ങോട്ടേക്ക് 90 പൊക്കാനുള്ള വിഷമമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അപ്പോൾ അത് യൂഷ്വലി അങ്ങനെയല്ല ഹാർട്ടിൻ്റെ അസുഖത്തിൽ ഉണ്ടാവുക കേട്ടോ. അത് ലോക്കൽ പ്രോബ്ലം കൊണ്ടാണ് അങ്ങനെ വരിക. മസിൽസിൻ്റെയോ മസ്കുലോസ്കെലറ്റലായിട്ടുള്ള പ്രോബ്ലംസോ അങ്ങനെയൊക്കെ വന്നാലാണ് യൂഷ്വലി അങ്ങനെ വരിക. ഷോൾഡർ ജോയിൻറ്റിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വരാം.
ഹാർട്ടിൻ്റെ ഇതായിട്ട് ഇതിൽ വരില്ല, അങ്ങനത്തെ പ്രസൻറ്റേഷൻസ് വരാറില്ല. ഓക്കെ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശോഭ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഡോക്ടറെ, എനിക്കൊരു സംശയം ചോദിക്കാനായിട്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഇങ്ങനെ അറ്റാക്കായിട്ട് ഒരു രാത്രി 10:30 ആയപ്പോഴത്തേന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അതെ, കേൾക്കാവോ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് രാത്രി 10:30 ആയപ്പോഴത്തേനും കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ICU കയറ്റി. അവിടുന്ന് എനിക്കൊന്നൊരു ഹൗസ് സർജൻസി ഡോക്ടറായിരുന്നു അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അന്നേരം കുഴപ്പമൊന്നും ഇല്ല. എല്ലാം എൻ്റെ ചേട്ടൻ കുത്തിയിരുന്ന് അവർ ഇഞ്ചക്ഷൻ എടുത്തതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് കുത്തിയിരുന്ന് വർത്താനം ചോദിക്കുന്നതിന് മറുപടി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാ. അവസാനം ഇവര് 2:30 ആയപ്പോഴത്തേനും ഒന്ന് ഛർദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന 2 നേഴ്സുമാർ വന്നിട്ട് ആ ഛർദിച്ച മാസ്ക് തന്നെ തിരിച്ചു വെക്കുകയും അന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ അവിടുന്ന് അപകടപ്പെടുകയും ചെയ്തു. ഈ ഛർദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ മരണപ്പെടുവോ? ഛർദ്ദിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ അത് 2 കാരണം കൊണ്ട് അങ്ങനെ വരാം. ചിലപ്പോൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആസ്പിറേറ്റ് എന്ന് പറയും. ആസ്പിറേറ്റ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം എടുക്കുന്ന നാളിലേക്ക് നമ്മൾ ഛർദ്ദിക്കുന്ന സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാം. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്വാസം നിന്ന് പോകാൻ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ സാധാരണ അത് ഈ അത്രയും കോൺഷ്യസ് അല്ലാത്ത ആൾക്കാർക്കാണ് അങ്ങനെ വരിക. നമ്മൾ ശരിക്കും ബോധം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. പക്ഷേ ഡോക്ടർ, എനിക്ക് ഹൃദയ സംബന്ധമായ ഡോക്ടർ എനിക്ക് അവിടെ 2 മാസ്ക് പുതിയതിരിക്കുന്നു. അന്നത്തെ ഈ ഛർദിച്ചത് തന്നെ അവര് വെക്കണോ വേണ്ടേ? എന്റെ നാക്കങ്ങ് തളർന്നു പോയി. എനിക്കൊന്നും ഒരു മറുപടി പറയാനായിട്ട് സംഭവിച്ചതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയാണ്. അത് ഈ പറഞ്ഞ പോലെ അവരെന്നെ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അന്നിപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മാസ്ക് എന്താന്നുള്ളത് അപ്പം അത് തന്നെയാണോ? അപ്പൊ എന്നിട്ട് അവര് ഈ ഛർദിച്ച മാസ്ക് തന്നെയാണ് അവര് തിരിച്ചു വെച്ചത്. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആശങ്കയുടെ ഒരു ഭാഗം തന്നെയാണ് അത്. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ളൊരു സംശയം അവർക്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴുണ്ടാവുന്ന ഒരു സാധ്യതകളെ കുറിച്ച്. കാരണം മുൻകൂട്ടി അറിയുക എന്നുള്ളൊരു വലിയ ഘടകം തന്നെയാണ് അസുഖങ്ങൾ ഏതിനെ സംബന്ധിച്ചിടത്തോളം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത്തരം സാധ്യതകൾ എത്രമാത്രം ഉണ്ട്? നമുക്ക് മുൻകൂട്ടി ഹൃദയ അസുഖം കണ്ടുപിടിക്കാന്ന് വെച്ചാൽ പല രീതിയിൽ നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആളുകൾക്ക് എന്തെങ്കിലും സിംറ്റംസ് വേണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേണം. ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ റൂട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ 45 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു റൂട്ടീൻ ഒരു ചെക്കപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഹൃദയം ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ള അങ്ങനെ നമുക്കൊരു അതിലേക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഫർദർ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, ഇവാലുവേഷൻ ചെയ്യണം നമ്മൾ പറയാറുണ്ട്. അതല്ലാതെ അത് കൂടാതെ ഈ നടക്കുമ്പോൾ നെഞ്ചുവേദന വരിക, ഇതുവരെ ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ നെഞ്ചിൽ പിടുത്തം വരിക, അല്ലെങ്കിൽ ഭാരം എടുത്ത് വെച്ച് തോന്നുക, അല്ലെങ്കിൽ കിതപ്പ് വരിക, നേരത്തെ ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ പെട്ടെന്ന് അടുത്ത കാലത്ത് കണ്ടു തുടങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം വെറുതെ ഇരിക്കുമ്പോൾ ഇല്ല, പക്ഷേ നടക്കുമ്പോൾ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മസിൽസിലേക്കുള്ള ഫ്ലോ നോർമലായിരിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഓവറായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴലിൽ അത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ മസിൽസിലേക്കുള്ള രക്തോട്ടം കുറച്ച് കുറയും. അപ്പോൾ മസിൽസിൻ്റെ പെയിനാണ് നമ്മൾ ഈ വേദനയായിട്ട് ഡിസ്കംഫർട്ടായിട്ട് ആൾക്കാർ ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഫിറോസ് ചോദിച്ചോളൂ. ഫിറോസ് പറഞ്ഞോളൂ. എനിക്ക് 46 വയസ്സുണ്ട്. ഫിറോസ്, പിന്നെ ഞാനിപ്പോൾ മുൻകരുതൽ എന്നുള്ള സ്ഥിതിക്ക് ചോദിക്കുകയാണ്. എന്താണ് അതിന് മുൻകരുതൽ എടുക്കേണ്ടത്? ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണ്, എക്സസൈസ് കുറവാണ്. നമുക്ക് മുൻകരുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ടാണ് പോകേണ്ടത്.
നമ്മളിപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് തടി കൂടുതലുള്ള ആൾക്കാരുണ്ട്, ചിലവർക്ക് ജനറ്റിക്കായിട്ട് തടി കൂടുതലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്നും ഭക്ഷണം, ചിലർ പറയും ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാറില്ല ഡോക്ടർ, പക്ഷേ എന്നാലും എനിക്ക് തടി കൂടുതലാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എന്തിരുന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളെ ആക്ടിവിറ്റീസ്, ഡെയിലി ആക്ടിവിറ്റീസും തമ്മിലൊരു ബാലൻസിൽ പോകണം. അതൊന്ന്. അല്ല, ചില ആളുകൾ പറഞ്ഞേക്കാം എക്സസൈസ് എടുത്തിട്ടും കാര്യമില്ലടോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. ഇല്ല, അങ്ങനെ അതിനോട് ഒരു നമ്മൾ യോജിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ബോഡിയും എക്സസൈസ് ചെയ്യാത്ത ഒരു ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരു ശരീരത്തിന് ഹൃദയത്തിൻ്റെ ഒരു ആഘാതം വരികയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ ആഘാതം നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ആ ഹൃദയത്തിന് കൂടുതലായിരിക്കും. അപ്പോൾ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആ സെയിം ലെവലിൽ നോക്കുമ്പോൾ ആ ഒരു ആഘാതം ആ ഹൃദയത്തിന് നേരിടാനുള്ള ആ ഒരു കഴിവ് കുറച്ച് കുറവായിരിക്കും. അത് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നന്നായി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജ് റിലേറ്റഡ് ആണ്. നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ബോഡി കണ്ടീഷൻഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ ഒരു ദിവസവും വാക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു 20 മിനിറ്റ്സ് വാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ധാരാളമാണ്. 20 to 25 മിനിറ്റ്സ് ഒരു വാക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെ ബോഡി കുറച്ച് കണ്ടീഷൻഡ് ആയിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ബോഡിക്ക് അതൊരു മാത്രമല്ല മനസ്സിൻ്റെ ഉണർവ് കിട്ടും, നമുക്ക് കൂടുതൽ ചെയ്യാനും അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ ഡെയിലി ആക്ടിവിറ്റീസും. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും കുറച്ചിങ്ങനെ ഡിപ്രസ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഫർദർ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷവും ഒക്കെ കുറവായിരിക്കും. മണ്ണാർക്കാട് നിന്നുള്ളൊരു കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അബ്ദുറഹിമാൻ, ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്. പറഞ്ഞോളൂ. അതെ, രാത്രി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നെഞ്ച് കൂമ്പിനോടെ ഭയങ്കര ഒരു കുത്തൽ ഇങ്ങനെ കണ്ടിട്ടേക്കുള്ള. എവിടെയാണ്? നെഞ്ചിലെ കൂമ്പില്ലേ, കൂമ്പിനോടെ താഴെയായിട്ട് അവിടെ ആയിട്ട് കൂമ്പിനോടെയാണ് അത് ഭയങ്കര ഒരു കുത്തല്. കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ? കിടക്കുമ്പോഴാണ് ഉണ്ടായത് രാത്രി. ഇത് ഭക്ഷണം കഴിഞ്ഞിട്ട് നിങ്ങള് ഭക്ഷണം കഴിഞ്ഞ് കിടന്ന് രാത്രി 1 മണി സമയത്താണ് അത്. എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അത് അധികവും നമ്മൾ കിടക്കുമ്പോൾ മാത്രമാണ് ഇത് അധികം ഉണ്ടാവുന്നതെങ്കിൽ അത് കൂടുതലും ഒരു ഗ്യാസ് റിലേറ്റഡ് ആവാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ തന്നെയും നമ്മൾ ഹാർട്ട്, ഹൃദയം, ഇപ്പം എത്ര വയസ്സായി? 62 എന്തെങ്കിലും ഷുഗറോ പ്രഷറോ അങ്ങനെ പ്രമേഹം അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല. ഈ ആഴ്ച പാലക്കാട് എല്ലാം ചെക്കപ്പ് നടത്തിയാണ്. അപ്പോൾ അങ്ങനെ എന്തിരുന്നാൽ തന്നെയും നമ്മളൊരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒരു അഭിപ്രായം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ കിടക്കുമ്പോൾ മാത്രമായിട്ട് ഇത് വരൽ വളരെ കുറവാണ്. നമ്മൾ കിടക്കുമ്പോൾ ഉണ്ട്, പക്ഷേ നടക്കുമ്പോൾ ഇല്ല. അങ്ങനത്തെ ഒരു മിസ്മാച്ച് ആയിട്ട് ഇങ്ങനെ സാധാരണ കാണാറില്ല. എന്നാൽ തന്നെയും രാത്രിയിലാണ് ഇതിങ്ങനെ വരുന്നുണ്ട്. ഒരു അഭിപ്രായം എടുക്കണോണ്ട് തെറ്റില്ല കേട്ടോ. ഇപ്പോൾ ചെക്കപ്പിൽ കാർഡിയക് സംബന്ധമായിട്ടുള്ള ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതാണ് കുറച്ചും കൂടി ഉചിതമായിട്ടുണ്ടാവുക. നമുക്ക് ഏതായാലും അതിൻ്റെ സംശയങ്ങളിലേക്കും കൂടുതൽ ചോദ്യങ്ങളിലേക്കെല്ലാം വരാം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള. ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടർ ശീതളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, കാർഡിയോളജിസ്റ്റ്. നമുക്കൊരു കോളർ ഇപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടൂരിൽ നിന്നൊരു കോളറാണ്, ചോദിക്കാം. സാർ, എനിക്ക് 2013 ഒരു അറ്റാക്ക് ഉണ്ടായി. ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. ഇപ്പൊ ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിൽ വരുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? റെഗുലറായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, ഫോളോ അപ്പ് ചെയ്യുന്നതാണല്ലോ അല്ലേ? കാണിക്കുന്നത് വേറെ പ്രശ്നം, ഞാൻ റെഗുലറായിട്ട് കാണിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നെഞ്ചരിച്ചിൽ വരുന്നേ ഉള്ളൂ. നെഞ്ചരിച്ചിൽ എപ്പോഴാണോ വരുന്നത്? നടക്കുമ്പോഴാണോ അതോ വെറുതെ ഇരിക്കുമ്പോഴാണോ? അല്ല, നടക്കുമ്പോഴല്ല. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം നെഞ്ചരിച്ചിൽ വരുന്നുണ്ട്. എക്കോസ്ഫിരിൻ AV75 ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ നെഞ്ചരിച്ചിൽ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം വരുന്ന നെഞ്ചരിച്ചിൽ ചിലപ്പോൾ ഈ ഗ്യാസ് സംബന്ധമായിട്ടുള്ളതാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് ഉണ്ടാവാറുണ്ട് കുറേ സമയങ്ങളിൽ. എല്ലാ സമയത്തും ഇല്ല. എല്ലാ സമയത്തും ഇല്ല. നമ്മൾ ബേസിക്കലി ഇതിൽ ഒരു പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തതുകൊണ്ട് കാർഡിയക് റിലേറ്റഡ് അല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും അതല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് എന്തായാലും കാർഡിയോളജിസ്റ്റ് യൂഷ്വലി ഫോളോ അപ്പ് ചെയ്യുന്നതാണെങ്കിൽ
അവർ ഇത് നോക്കേണ്ടതാണ് യൂഷ്വലി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊരിതാണെങ്കിൽ പിന്നെ വയറിൽ പുണ്ണോ കഴിഞ്ഞ വർഷം എക്കോ ഒക്കെ എടുത്തതാണ്. അപ്പൊ അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ആസ്പിരിൻ പോലെയുള്ള ഗുളികകൾ ചിലപ്പോൾ കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ഈ ചെറിയ ചെറിയ പുണ്ണുകൾ വയറിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിപ്പോ കഴിക്കുന്നില്ല. അല്ല, അത് കഴിച്ചിരുന്നപ്പോൾ ഇത് നെഞ്ചരിച്ചിലുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല കഴിച്ചിരുന്നപ്പോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിക്കവാറും ഈ ചെറിയ പുണ്ണുകൾ കൊണ്ടാണ് ഇങ്ങനെ വരിക. അല്ലെങ്കിൽ ഈ ആസ്പിരിൻ കഴിക്കുമ്പോൾ ഇങ്ങനെ മേപ്പോട്ടേക്ക് ഈ ആസിഡ് ഇങ്ങനെ റിഫ്ലക്സ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇതിങ്ങനെ കാണുക. അപ്പോൾ പാൻറ്റോപ്രസോൾ കഴിച്ചാൽ കുറയുന്നുണ്ടെങ്കിൽ അത് സംബന്ധം ആയിട്ടുള്ള തന്നെ ആയിരിക്കും. അത് തുടങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഡോക്ടറിൻ്റെ പാൻ 20 കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടറിനോട് വേണമെങ്കിൽ അഭിപ്രായം എടുക്കുന്നതാണ് നല്ലത് കഴിക്കുന്നതിന് മുന്നേ, കേട്ടോ. അപ്പോൾ ശരി. സൗദിയിൽ നിന്നുള്ളൊരു കോളറാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. ഡോക്ടറുടെ സംശയം ചോദിക്കാൻ വേണ്ടി ഇബ്രാഹിം കുട്ടി ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് 51 വയസ്സുണ്ട്. ഞാൻ ചെയിൻ സ്മോക്കറാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചും കൊണ്ട് ചെറിയൊരു വേദന ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും സ്ഥിരമായിട്ടുണ്ട്, ചില ടൈമിൽ വരുന്നു. പിന്നെ ഞാനിപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇത് എന്താണ് 2.86 ഉണ്ട്. എന്തിന്റെ റിസൾട്ട് ആണ് ഇബ്രാഹിം കുട്ടി പറയുന്നത്? ട്രൈഗ്ലിസറൈഡ് ആണോ? ട്രൈഗ്ലിസറൈഡ് ആണോ? ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്. ഓക്കെ, 2.86 ഉണ്ട്. ഓക്കെ. HDL-C 93 ഉണ്ട്, 0.93. ഏതാണ്? HDL-C എത്രയുണ്ട്? 0.93. ഓക്കെ. അപ്പോൾ ഇതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ സ്മോക്കിംഗ് നമ്മൾ ആദ്യം തന്നെ നിർത്തണം. അതാണ് ഇതിലാദ്യം നമുക്ക് ചെയ്യേണ്ടത്. സ്മോക്കിംഗ് ചെയ്യുമ്പോൾ പല അസുഖങ്ങളും വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഹാർട്ടിൻ്റെ മാത്രമല്ല, ഗ്യാസ് സംബന്ധമായിട്ടുള്ള മാത്രമല്ല, പല സ്മോക്കിംഗ് കൊണ്ട് വരാത്ത അസുഖങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ നിർത്താൻ ശ്രമിക്കേണ്ടത്. രണ്ടാമത്, നമ്മൾ നെഞ്ചിൽ ഇങ്ങനെയൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മൾ ഫർദർ ഇവാലുവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബേസിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECG എടുക്കുക, എക്കോ എടുക്കുക, ഒരു TMT, കാലിൽ മുട്ടിന് പ്രശ്നങ്ങളൊന്നുമില്ല, സ്വാധീനക്കുറവൊന്നുമില്ല എന്നെങ്കിൽ TMT, ട്രെഡ്മിൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കാം. അപ്പോൾ സ്മോക്കിംഗ് അത് റെസ്റ്റിംഗ് ECG ചിലപ്പോൾ മിക്കവാർക്കും നോർമൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വെറുതെ ഇരിക്കുമ്പോൾ നോർമൽ ആണെങ്കിൽ നമ്മളൊരു ട്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ECG എന്ന് പറയും. നമ്മൾ നടന്നുകൊണ്ട് ECG ചെക്ക് ചെയ്യുക. അപ്പോൾ നടക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വേരിയേഷൻസ് ECGയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിന് ഒരു കാരണം നിങ്ങളുടെ സ്മോക്കിംഗ് തന്നെയാണ്. രണ്ടാമത്തെ, ഈ 280 ഒക്കെയാണ്. സ്മോക്കിംഗ് നിർത്തിയിട്ട് നോക്കാം, വ്യായാമം അതൊക്കെ കൂട്ടിയിട്ട് നോക്കാം. എന്നിട്ടും ട്രൈഗ്ലിസറൈഡ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. നോർമൽ കൊളസ്ട്രോൾ 5.52, അത് കൂടുതലുണ്ടോ? ഏതാണ് നോർമൽ കൊളസ്ട്രോൾ? 5.52 നോർമൽ കൊളസ്ട്രോൾ 5.52 എന്ന് പറഞ്ഞ വാല്യൂ അത് കറക്റ്റ് ആയിരിക്കില്ലല്ലോ. അതൊന്ന് ചെക്ക് ചെയ്തിട്ടെ. എന്തായാലും ഹൃദയ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഡോക്ടറുടെ ഭാഗത്തു നിന്ന്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നുള്ളൊരു കോളറാണ് ആഷിയ. ചോദിച്ചോളൂ. പറയൂ, ചോദിച്ചോളൂ. ആഷിയ, TV-യുടെ വോള്യൂം കുറയ്ക്കണം. TV നോക്കി നിന്നാൽ ഡോക്ടർക്ക് ഒട്ടും മനസ്സിലാവില്ല സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ചോദിച്ചോളൂ. ഹലോ ഹലോ ചോദിച്ചോളൂ. ഹലോ 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 ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ്. എനിക്ക് 44 വയസ്സായിട്ടുണ്ട്.
ഞാന് ഇടയ്ക്കുണ്ട് എണീറ്റ് പെട്ടെന്ന് കിടക്കുന്നിടന്ന് പെട്ടെന്ന് എണീക്കുമ്പോ എന്റെ നെഞ്ചിന്റെ ഒരു സൈഡ് ഇങ്ങോട്ട് നെഞ്ചിന്റെ സൈഡ് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കണ മാതിരി എനിക്ക് തോന്നുന്നു. ഉം. അത് നിങ്ങൾ പറയുന്ന വേദന ആ, ഹൃദയ സംബന്ധം ആയിട്ടുള്ള ആവാനുള്ള സാധ്യത കുറവാണ്. അത് കിടന്നിട്ട് എണീക്കുമ്പോൾ ഒരു സൈഡിൽ വരുന്ന ഒരു പിടുത്തമല്ലേ ഉദ്ദേശിച്ചത്? അതെ. അത് അധികവും ഈ മാംസപേശികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേദനയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അത് സാധാരണ ഒരു ഹാർട്ട് ഹൃദയ സംബന്ധമായ വേദന അങ്ങനെ ഉണ്ടാവാറില്ല. ശ്വാസമെടുക്കുമ്പോഴൊക്കെ കൂടുന്നുണ്ടാവും വേദന അല്ലേ? അതിനെന്താ ചെയ്യാ? അത് നിങ്ങൾ ഒരു ജനറൽ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ ആളെ കാണാത്ത നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ മാംസപേശികളിൽ നിന്നുള്ള വേദന നമ്മളെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ഇപ്പോൾ നട്ടലിൻ്റെ ഡിസ്കിൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മാംസപേശികളിൽ നിന്നും വേദനകൾ വരാം. അവർക്ക് സംശയമാണത് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ആശങ്കയാണ്. ഈ ആശങ്ക തന്നെയാണ് ഒരു പ്രധാനമായും ഈ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം. ഇന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും നെഞ്ചുവേദന ആയിട്ട് വരുന്നത് എല്ലാവരുടെയും ഏറ്റവും പ്രധാനം ആദ്യം ഹൃദയ സംബന്ധം അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മറ്റ് അസുഖങ്ങളുള്ള ആളുകൾക്ക് വർഷങ്ങളായിട്ട് ഡയബറ്റിക്കിന് ഇൻസുലിൻ എടുക്കുന്നുണ്ടാവും, മെഡിസിൻ കഴിക്കുന്നുണ്ടാവും, അത്തരം ആളുകൾ. അതുപോലെ തന്നെ തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, തൈറോയിഡ് രണ്ടും ഹൈപ്പോയും ഹൈപ്പറും എല്ലാം ഉള്ള ആളുകളുണ്ട്. ഇവർക്കെല്ലാം കാർഡിയാക് സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ് എന്ന് പറയാറുണ്ട്. എത്രത്തോളം വാസ്തവമുണ്ട് അതിൽ? ശരിയാണ്. നമ്മൾ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് ഒരു ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്കിന് തത്തുല്യമായ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഡയബറ്റീസിൽ എന്താ വെച്ചാൽ ചെറിയ രക്തക്കുഴലും വലിയ രക്തക്കുഴലും രണ്ട് രക്തക്കുഴലിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് മാത്രമല്ല എല്ലാ മിക്കവാറും ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമായിട്ടാണ് അത് വരുന്നത്. നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുമ്പോൾ ഇൻസുലിൻ ഷുഗറൊക്കെ മാക്സിമം കൺട്രോൾഡ് ആണെങ്കിൽ ബുദ്ധിമുട്ട് വരാനുള്ളൊരു ചാൻസ് കുറവാണ്. അത് അൺകൺട്രോൾഡ് ആയി കഴിയുമ്പോൾ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നത് പഴക്കം ചെല്ലുന്നതിനനുസരിച്ചത് ന്യൂറോ റിലേറ്റഡ് ആയി മാറാറുണ്ട്. അതുപോലെ അവർക്ക് വേദന അറിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെ പൊതുവെ അതെ പറയാറുണ്ട്. അതെ അത് പഴക്കം ചെല്ലുമ്പോൾ കിഡ്നിയെ ബാധിക്കാം, ന്യൂറോപ്പതി ഡെവലപ്പ് ചെയ്യും. അത് കൂടാതെ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് പഴക്കവും പെയിൻ്റെ ഇൻറ്റൻസിറ്റിയും തമ്മിൽ ബന്ധമില്ല. വെച്ചാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ചിലപ്പോൾ സൈലൻറ്റ് അറ്റാക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അവർ അറ്റാക്ക് അറിയുന്നതന്നെ ഇല്ല. നമ്മൾ അറ്റാക്ക് വന്നതായിട്ട് തന്നെ അറിയില്ല. കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ കിതപ്പൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വരും. ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഓൾറെഡി നമ്മൾ ECG നോക്കുമ്പോൾ ECGയിൽ ഓൾറെഡി ഒരു അറ്റാക്ക് ഓൾറെഡി വന്ന് പോയിട്ടുണ്ടാവും. അത് സമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അത് ഈ പെയിൻ സെൻസേഷൻ കുറവായിരിക്കും അവർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വരുന്നത്. ഏതായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീതലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കൊരു കോളർ നേരത്തെ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിപിനചന്ദ്രൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. വേഗം ചോദിച്ചോളൂ, എന്താണ് സംശയം? മാഡം, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് വിപിനേന്ദ്രൻ. ഞാൻ ഒരു ആശുപത്രിയിലായിട്ടൊരു ചെക്കപ്പിന് പോയതാണ്. അപ്പം അങ്ങനെ TMTയുടെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ ടോമാറ്റി 20 എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്സ്, ക്ലോപില്ലറ്റ് A75 എന്ന് പറഞ്ഞത്, പിന്നെ നൈട്രോ കോണ്ടിൻ എന്ന് പറഞ്ഞത്, ഇങ്ങനെ 3 മരുന്നുകൾ തന്നിട്ടുണ്ട്. അപ്പം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. 1 മാസം കഴിഞ്ഞിട്ട് ചെന്നപ്പോഴും അവർ ജസ്റ്റ് ഈ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് എൻ്റെ പറഞ്ഞു പോസിറ്റീവാണ് കാണിക്കുന്നത്, എത്ര എളുപ്പം ആൻജിയോഗ്രാം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ആൻജിയോഗ്രാം ചെയ്യാതെ ഞാനപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിനൊക്കെ കണ്ടതാണ്. അത് ശരിയാണോ എന്നറിയില്ല. ഈ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് കളഞ്ഞിട്ട് ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ചൂടാക്കി അത് ചെയ്ത് ചൂടിൽ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ അതും കഴിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല. അവർ പറഞ്ഞിരിക്കുന്ന 30 ദിവസമെങ്കിലും മിനിമം കഴിച്ചിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ എന്താ സയന്റിഫിക് എന്തായിട്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിനകത്ത് 2-3 പേരുടെ ഇതും സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ അച്ഛന് കൊടുത്തിട്ടുണ്ട്, അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാം നേരെയായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കിപ്പോഴും ഞാൻ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. 64 വയസ്സായി. ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പൊ 4-5 കൊല്ലമായി തിരിച്ചു വന്നിട്ട്. അപ്പം നടക്കാൻ പോകുമ്പോൾ ഞാൻ കുറഞ്ഞൊരു 2 കിലോമീറ്റർ നടക്കും, ഒരു 1-1.5 കിലോമീറ്റർ നടക്കും.
അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊരു ഇത് വരുന്നുണ്ട്, ഒരു വിമിഷ്ടം പോലെ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പടിയൊക്കെ കയറുന്നുണ്ട്, ഇതിപ്പോ അതിനൊന്നും കുഴപ്പമില്ല. പ്രധാനമായിട്ടുള്ള സംശയം അത് കഴിച്ചാൽ മതിയോ എന്നുള്ളതാണ്. അല്ല, ഇത് ഇപ്പൊ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ ചെയ്യേണ്ടി വരുമോ? ആൻജിയോഗ്രാം ചെയ്യാതെ തന്നെ ഇത് വല്ലതും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ ഒറ്റമൂലികളെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. അത് വെച്ചാൽ അത് കഴിച്ചാൽ അത് ശരിയാവുമോ എന്നും പറയാനും ഞാനതിന് ഉള്ള ആളല്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ നിങ്ങളുടെ ഇവാലുവേഷൻ വൈസ് നമ്മൾ TMT ചെയ്തപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് TMT എന്ന് പറഞ്ഞത് ഒരു 100% കേസസിൽ ഒരു 90% ടൈംസും അത് ശരിയാവാനാണ് സാധ്യത. മാത്രമല്ല TMTയിൽ പോസിറ്റീവായിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഇത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി TMTക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയല്ല, ഒരു വിമിഷ്ടം എന്ന് പറഞ്ഞല്ലോ. നടക്കുമ്പോഴേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ റെസ്റ്റിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ആൻജിയോഗ്രാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുന്നതിനാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയാൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മരുന്നുകളൊക്കെ നമുക്ക് നിർത്താനും പറ്റും. അതല്ല സമയ പരിമിതി കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്നാണ് ഡോക്ടർക്ക് പറയാനുള്ളത്. ഏതായാലും ഡോക്ടർ വളരെയധികം നന്ദി ഈ തിരക്കിനിടയിലും ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന്. നമ്മുടെ ഡോക്ടർ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം.